ഇന്ന് മുട്ടം പണി കിട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ വന്നിരിക്കുക. മൈഗ്രെയിൻ രാവിലെ എഴുന്നേറ്റപ്പം മുതൽ തുടങ്ങിയ മൈഗ്രെയിൻ വൈകുന്നേരം ഈ സമയമായപ്പം വരെ പോലും ഒരു ശമനവും ഇല്ലാതെ വന്നിരിക്കുക. ഹോസ്പിറ്റലിലേക്ക് ഞാൻ നേരെ ചെന്നു. രാജേഷേട്ടൻ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് വന്നു. ഇത് ഇടയ്ക്കിടയ്ക്ക് പതിവുള്ളത് കൊണ്ടിട്ട് പുള്ളിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് അത്രയും കൂടെ ഉണ്ടായിരുന്നില്ല. അവിടെ വന്ന് കുറച്ച് പെയിൻ കില്ലറും അതേമാതിരി ഏതാണ്ടൊക്കെ മരുന്നൊക്കെ കുത്തി കയറ്റി കഴിയുമ്പോൾ നമുക്കൊരാശ്വാസം കിട്ടുമല്ലോ. ഈ മരുന്ന് കുത്തുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഏറ്റവും സന്തോഷം അമലുവിന്. എന്ത് നടത്തില്ല, ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സൂചി വെക്കുമ്പോൾ ഭയങ്കര സന്തോഷം. എൻ്റെ വയറ്റിലാണെങ്കിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ കഴിച്ചത് മൊത്തം എത്രയോ തവണ ഛർദ്ദിച്ചിട്ട് ഞാനതെല്ലാം കളഞ്ഞു. അങ്ങനെ ഡ്രിപ്പൊക്കെ ഇട്ട് അവിടെ നിന്ന് പോന്നു കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ വയറ്റിൽ ആന്തലായിരുന്നു എന്ത് കഴിക്കുമെന്ന്. നമ്മൾ നോർമലി മേലാഴിയൊക്കെ വരുമ്പോഴത്തേനും കഞ്ഞിയും പയറൊക്കെ ആയിരിക്കുമെങ്കിലും രാജേഷിൻ്റെ അഭിപ്രായത്തിൽ മേലാതെ വന്നു കഴിഞ്ഞാൽ പുള്ളിക്ക് ഈ ഫ്രൈഡ് റൈസോ ബിരിയാണിയൊക്കെ തിന്നില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. അത് പുള്ളി വാങ്ങിച്ചാൽ മാത്രം പോരാ, നമ്മൾ കഴിക്കുകയും കൂടെ വേണം. അതെന്താ തരത്തില്ല ഒരു പ്രത്യേകതരം അസുഖമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അങ്ങനെ നല്ല അൽഫാമും വിശപ്പ് കൊണ്ടിട്ടാണോ വയറ്റിലൊന്നും ഇല്ലാത്തതുകൊണ്ടിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല, എല്ലാത്തിനും ഭയങ്കര രുചിയായിരുന്നു. ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും അതേമാതിരി അൽഫാമും ഉണ്ടായിരുന്നു. പിന്നെ ഞാനും ഒന്നും നോക്കിയില്ല, കനത്ത ബോളിംഗ് ആയിരുന്നു. പിന്നെ ആകെ ഒരു പേടി, ഇതെല്ലാം കഴിച്ച് കഴിയുമ്പോൾ പിന്നെ മൈഗ്രെയിൻ ഹിറ്റ് ആകുമെന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എങ്കിൽ പോലും ഉണ്ടല്ലോ, നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ മൈഗ്രെയിൻ ഉണ്ട്? ഉള്ളപ്പോൾ ഇതേമാതിരിയൊക്കെ തന്നെയാണോ? എനിക്കാണെങ്കിൽ ഇന്ന് ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പോൾ മൈഗ്രെയിൻ ഉള്ളവർ തീർച്ചയായും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ബായ്.